നീ വീട്ടിൽ കയറി വന്ന് എന്ത് പരിപാടി കാണിച്ചേ? നീ കലിപ്പാവനാണ് വിളിച്ചു വരുത്തിയത്. ഞാൻ വിചാരിച്ച് ക്രഷ് അടിച്ചിട്ടാണ്. വെറുതെ 2 ദിവസത്തിന് ശേഷം അടിച്ചു നനച്ച് കുളിച്ച് ഞാൻ വന്നു, പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ട്. വീട്ടിലാകെ സീനായി. എന്റെ കല്യാണം മുടക്കിയപ്പോ നിനക്ക് സമാധാനായ? ഒരു വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാം. അതിലെനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. ശരിക്കും നിന്റെ കല്യാണം മുടങ്ങിയ സത്യം പറയാലോ, അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ മുടങ്ങിയതല്ല, നീ മുടക്കിയത്. അയ്യേ, ഇതിനെന്തിനാ നീ വിഷമിക്കണേ? ഈ കല്യാണം കഴിക്കുമ്പോഴേ കുറെ കാലമായിട്ട് അറിയണ ഒരാളെ കെട്ടണം. അല്ലാണ്ട് ഈ ചായയും കുടിച്ച് മിച്ചറിൽ ലഡു മുക്കി തിന്നണ കെട്ടിക്കഴിഞ്ഞാണ്ടല്ലോ, ചായയിൽ മുക്കി ബിസ്ക്കറ്റ് പോലെ ആയിരിക്കും. ജീവിതത്തിന്റെ പാതി അങ്ങോട്ട് പോകുന്ന, പിന്നെ എടുക്കാനും കിട്ടില്ല, പൊള്ളു. എന്നാലും നിനക്ക് ഈ പെണ്ണ് കണ്ട് കെട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടാ. ഞാനങ്ങനെ വിചാരിച്ചില്ലേട്ടാ, ഇത്ര വലിയ കുലസ്ത്രീ ആയിരിക്കും. നമ്മൾ ഈ പെണ്ണ് കാണാന്ന് പറയുമ്പോണ്ടല്ലോ, അതൊരു പ്രത്യേക ഫീലാ. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്കുണ്ടാവില്ലേ? എങ്ങനെയാണ്, എന്താണ്, ആരാണെന്നൊക്കെ അവര് വീടിന്റെ ഫ്രണ്ടിൽ എത്തി എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെ ഒരു പിടപ്പ് വരില്ലേ? പാണ്ടിക്കാരി മറത്തുണ്ടിയോട് എല്ലാം ഇവിടെ വീട്ടിൽ തന്നെ വരണ്ടല്ലോ. നമ്മളീ പെണ്ണ് കാണാൻ തന്നെ ചെക്കൻ്റെ വീട്ടുകാർക്ക് വെള്ളവും ചായയൊക്കെ കൊടുക്കുമ്പോൾ ചെക്കൻ്റെ മുഖത്തേക്ക് നോക്കാൻ നമുക്ക് കുറച്ച് കാണണം. എന്നാലും നമ്മളൊന്ന് നോക്കും, ഒറ്റ നോട്ടത്തിൽ തന്നെ ക്രഷ് അടിക്കും. എന്നിട്ട് അമ്മയുടെ അടുത്ത് പോയി പറയും, അമ്മ എനിക്ക് ഈ ചെക്കൻ തന്നെ മതി. പിന്നെ ചെക്കൻ എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് അറിയാനുള്ള ഒരു നീണ്ട കാത്തിരിപ്പാ. ചെക്കനെ എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് അറിയാനേ. ഇതെന്തിനാ എടുത്ത് പറയണത്? നീ പരിവാക്കിയ നീ ഇപ്പൊ എങ്ങനെ പറയും? കല്യാണം കഴിയുമ്പോഴേ മര സ്വഭാവം പുറത്തേക്ക് വരാം, അപ്പൊ തനി ഗുണം നിനക്ക് മനസ്സിലാവും. പ്രേമിച്ച് കെട്ടിയവരെ സ്വഭാവം മാറില്ല എന്ന് എന്താ എത്ര ഉറപ്പ്? നിന്റെ സ്വഭാവം മാറില്ലേ? എന്റെ സ്വഭാവം എവിടുന്ന് മാറാനാ? എന്റെ സ്വഭാവം മാറാണെങ്കിൽ ഞാൻ നിന്റെ പിന്നാലെ എപ്പോഴും നടക്കുവോ? എത്ര കൊല്ലായിന്ന് വെച്ചിട്ടാ. ഞാൻ ഇരിക്കട്ടെ, നിനക്കൊരു കാര്യം അറിയോ? നിന്റെ പിന്നാലെ നടക്കണ സമയം ഉണ്ടെങ്കിലേ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്സായനെ, ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അടച്ചു വിട്ടേനെ. എന്തിന് സെമിനാരിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പള്ളിയിലച്ഛനായനെ. ഇത് നമ്മളുടെ മക്കളുടെ അച്ഛനാൻ വേണ്ടിട്ടേ ഒരു സഭ തന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. ഇതൊന്നും നീ കാണാണ്ട് കണ്ണി കണ്ട വേട്ടാവളിയന്മാർക്ക് പെണ്ണ് കാണാൻ നിന്ന് കൊടുക്ക്, കർത്തലിയും മുന്തിരിയും ലഡു ഉണ്ടാക്കിയിട്ട്. ഒന്ന് പോടപോട്ടാ, നീ എന്താ വിചാരിച്ച ഞാൻ കെട്ടാൻ മുട്ടി നിക്കാന്നാ? എനിക്ക് ആകെ കൂടി ഒരു വിഷമമുള്ളൂ. ചെക്കൻ ലുക്കായിരിക്കും. ഉണ്ടാ, നല്ല മിച്ചറായിരുന്നു. ഞാൻ വന്നപ്പോ തൊട്ട് അതാ നോക്കണ്ടായിരുന്നെ, നീ അതാ തട്ടി കളഞ്ഞേ. അപ്പൊ നിനക്ക് മുടങ്ങിയാലും സന്തോഷം. അത് വിചാരിച്ചിട്ട് നീ മുടക്കാൻ നിൽക്കണ്ട. എന്റെ കല്യാണം മുടക്കാൻ എനിക്കറിയാം. പുറത്തുനിന്ന് ഒരു തിണ്ടിന്റെ സഹായം എനിക്ക് ആവശ്യം.